എന്തിനായി നീ മനുഷ്യ അഹങ്കരിപ്പൂ ലോകത്ത്? വീർപ്പതൊന്നു നിന്നു പോയാൽ പിന്നെ വെറും മയ്യത്ത്. എന്തിനായി നീ മനുഷ്യ അഹങ്കരിപ്പൂ ലോകത്ത്? വീർപ്പതൊന്നു നിന്നു പോയാൽ പിന്നെ വെറും മയ്യത്ത്. മന്നവൻ കൽപ്പനയിൽ നീങ്ങിടണം ചേലോത്ത്. വന്നിടും വഴി തെറ്റിക്കാൻ ശൈത്താൻ നിന്റെ ചാരത്ത്. മന്നവൻ കൽപ്പനയിൽ നീങ്ങിടണം ചേലോത്ത്. വന്നിടും വഴി തെറ്റിക്കാൻ ശൈത്താൻ നിന്റെ ചാരത്ത്. എന്തിനായി നീ മനുഷ്യ അഹങ്കരിപ്പൂ ലോകത്ത്? വീർപ്പതൊന്നു നിന്നു പോയാൽ പിന്നെ വെറും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നൽ ഹംദലില്ലാഹ് നഹ്മദുഹു വനസ്തഈനുഹു വനസ്തഹ്ദീഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വസയ്യിആതി അഅമാലിനാ. മൻ യഹ്ദിഹില്ലാഹു ഫലാ മുളില്ല ലഹു വമൻ യുദ്ലിൽഹു ഫലാ ഹാദിയ ലഹു. വഅശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഅശ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു. യാ അയ്യുഹല്ലദീന ആമനു ഇത്തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. യാ അയ്യുഹന്നാസു ഇത്തഖൂ റബ്ബകുമുല്ലദീ ഖലഖകും മിൻ നഫ്സിൻ വാഹിദ വഖലഖ മിൻഹാ സൗജഹാ വബസ്സ മിൻഹുമാ റിജാലൻ കസീറൻ വനിസാഅ വത്തഖുല്ലാഹല്ലദീ തസാഅലൂന ബിഹി വൽ അർഹാം ഇന്നല്ലാഹ കാന അലൈക്കും റഖീബാ. യാ അയ്യുഹല്ലദീന ആമനു ഇത്തഖുല്ലാഹ വഖൂലൂ ഖൗലൻ സദീദാ യുസ്ലിഹ് ലക്കും അഅമാലക്കും വയഗ്ഫിർ ലക്കും ദുനൂബക്കും വമൻ യുതിഇല്ലാഹ വറസൂലഹു ഫഖദ് ഫാസ ഫൗസൻ അദീമാ. ثم أما بعد فإن أصدق الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ആജ്ഞാനിർദ്ദേശങ്ങൾ സൂക്ഷിച്ച് പാലിച്ച് ജീവിതം ക്രമീകരിക്കുവാൻ എന്നോടെന്ന പോലെ എല്ലാ ഓരോരുത്തരോടും ദീനിൻ്റെ പേരിൽ ഉണർത്തുകയും ഉപദേശിക്കുകയുമാണ്. ഇന്ന് നമ്മൾ ഈ മിമ്പറിൽ നമ്മുടെ നിത്യജീവിതത്തിൽ ഉള്ളാൽ അറിഞ്ഞ് ഉറച്ചു വിശ്വസിച്ച് ജീവിക്കേണ്ട ഒരു വിഷയമാണ് കേൾക്കുകയുണ്ടായത്. ഒരു സത്യവിശ്വാസി അവൻ്റെ നിത്യജീവിതത്തിൽ അവൻ അല്ലാഹു സുബ്ഹാനഹു വ തആലയോടൊപ്പമായിരിക്കണം. അല്ലാഹു അവൻ്റെ സൃഷ്ടികളോടൊപ്പമാണ്. വിശ്വാസികളും അല്ലാഹുവെ ഓർത്ത് ഭയന്ന് ജീവിക്കുന്നവരുമായ സൃഷ്ടികൾക്ക് സഹായിയും ശക്തി പകരുന്നവനുമായി അല്ലാഹു അവരുടെ കൂടെ ഉണ്ടാകും. ഈ ഒരു വിഷയമാണ് ഇന്ന് നമ്മൾ മിമ്പറിൽ വെച്ച് കേൾക്കുകയുണ്ടായത്. സത്യവിശ്വാസി അവൻ്റെ ജീവിതത്തിൽ അല്ലാഹുവിനെ അറിഞ്ഞുകൊണ്ടും അല്ലാഹുവിൻ്റെ സാമീപ്യം തന്നോടൊപ്പമുണ്ട് എന്ന ബോധത്തിലുമായിരിക്കും. ഖുൽ ഇന്ന സ്വലാത്തി വനുസുകി വമഹ്യായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ. എൻ്റെ നമസ്കാരം, ആരാധനാ കർമ്മങ്ങൾ, ജീവിതവും മരണവും ലോകരുടെ രക്ഷിതാവായ അല്ലാഹുവിനാകുന്നു എന്ന് പ്രഖ്യാപിക്കുന്ന വിശ്വാസിയുടെ ജീവിതം അതിലെ ഭൗതികമായ കർമ്മങ്ങളാകട്ടെ മതപരമായ കാര്യങ്ങളും കർമ്മങ്ങളുമാകട്ടെ
ഒക്കെ അള്ളാഹുവിനെ ഓർത്തുകൊണ്ടും അറിഞ്ഞുകൊണ്ടുമുള്ളതും ആയിരിക്കും. പ്രഭാതത്തിൽ വിശ്വാസി പറയുന്നത് അസ്ബഹന വ അസ്ബഹൽ മുൽക്കു ലില്ലാഹ്, ഞങ്ങൾ പ്രഭാതത്തിൽ പ്രവേശിച്ചു. ഈ പ്രഭാതത്തിൽ മുഴുവൻ ആധിപത്യവും അള്ളാഹുവിന് മാത്രമാകുന്നു. ഈ ഒരു അറിവോടുകൂടിയാണ് വിശ്വാസിയുടെ പ്രഭാതത്തിലേക്കുള്ള പ്രവേശനം. അത് പ്രദോഷത്തിലായാൽ അംസൈന വ അംസൽ മുൽക്കു ലില്ലാഹ്, ഞങ്ങൾ പ്രദോഷത്തിലായി. ഞങ്ങൾ പ്രദോഷത്തിലായപ്പോൾ മുഴുവൻ ആധിപത്യങ്ങളും അധികാരങ്ങളും അള്ളാഹുവിന് മാത്രമാകുന്നു. ഇങ്ങനെ ഈ അള്ളാഹുവിൻ്റെ ഓർമ്മയിലും അള്ളാഹുവെ കുറിച്ചുള്ള അറിവിലുമാണ് വിശ്വാസിയുടെ പ്രഭാതം. രാവിൽ അറബുണ്ട് വിരിപ്പിൽ തലചായ്ക്കുമ്പോൾ വിശ്വാസിയുടെ വിളി ബിസ്മിക അല്ലാഹുമ്മ അമൂതു വ അഹ്യ, അല്ലെങ്കിൽ ബിസ്മിക റബ്ബി വദഅതു ജംബി എന്ന് പറഞ്ഞുകൊണ്ടാണ്. അള്ളാഹുവിനെ അറിഞ്ഞും അവനെക്കുറിച്ചുള്ള ബോധം നിലനിർത്തിയുമാണ് വിരിപ്പിലേക്ക് ചായുന്നത്. ആ വിരിപ്പിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ അൽഹംദുലില്ലാഹില്ലദീ അഹ്യാനി ബഅദമാ അമാതനി വ ഇലൈഹിൻ നുശൂർ എന്ന് പറഞ്ഞുകൊണ്ടാണ് വിശ്വാസി വിരിപ്പിൽ നിന്ന് എഴുന്നേൽക്കുന്നത്. തന്നെ ഉറക്കി തൻ്റെ ആത്മാവ് പിടിച്ചു വെച്ച് ഉണർത്തി ആത്മാവിനെ തിരിച്ചേകിയ അള്ളാഹുവിനുള്ള സ്തുതികൾ അത് മുഴുവനും അള്ളാഹുവിന് മാത്രം എടുത്തു പറഞ്ഞുകൊണ്ടാണ് വിശ്വാസിയുടെ ഉണർവ്. അള്ളാഹുവിനെ അറിഞ്ഞും അള്ളാഹുവിനെ ഓർത്തുമാണ് വിശ്വാസിയുടെ വിരിപ്പിൽ നിന്നുള്ള എഴുന്നേൽക്കൽ. ഇങ്ങനെ ഓരോ വിഷയങ്ങളിലും പ്രകൃതിയിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല വിന്യസിപ്പിച്ചതായ അവൻ്റെ അനുഗ്രഹങ്ങളിൽ കണ്ണുനട്ടാണ് വിശ്വാസിയുടെ ദൈനംദിന ജീവിതം. ഈ ദൈനംദിന ജീവിതത്തിൽ ഓരോ പടച്ച റബ്ബിൻ്റെ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ അനുഗ്രഹങ്ങളിൽ കണ്ണുവെക്കുമ്പോഴും സുബ്ഹാനക് മാ ഖലഖത ഹാദാ ബാതില, അള്ളാഹുവേ നീ പരമപരിശുദ്ധനാണ്, നിന്റെ പരിശുദ്ധിയെ ഞാൻ വാഴ്ത്തുന്നു, നീ ഇതൊന്നും വെറുതെ പടച്ചതല്ല എന്ന് പറഞ്ഞുകൊണ്ട് ദൃഷ്ടികൾ അള്ളാഹുവിൻ്റെ പടപ്പുകളിലേക്ക് എറിയുമ്പോൾ വിശ്വാസി അവിടെ ഉള്ളാൽ അറിയുന്നത്, അംഗീകരിക്കുന്നത്, സ്മരിക്കുന്നത് മേലായ റബ്ബ് സുബ്ഹാനഹു വ തആലയാണ്. ഇതേപോലെ ഓരോ പ്രശ്നങ്ങളിലും സ്വഭാവ സംബന്ധികളായിട്ടുള്ള അല്ലെങ്കിൽ ഇടപാടുകൾ, ക്രയവിക്രയങ്ങൾ, അതിലെല്ലാം വിശ്വാസിയുടെ ഇടപെടലുകൾ അള്ളാഹുവെ അറിഞ്ഞുകൊണ്ടും റബ്ബിനെ ഓർത്തുകൊണ്ടുമായിരിക്കും. അതുകൊണ്ടാണ് വിശ്വാസി പലിശക്ക് കൈനീട്ടാത്തത്. കാരണം പലിശ അള്ളാഹു ഹറാമാക്കിയതാണ്. കൈക്കൂലി അത് സ്വീകരിക്കാതിരിക്കുന്നത് കാരണം കൈക്കൂലി അള്ളാഹു ഹറാമാക്കിയതാണ്. ഇടപാടുകളിൽ ഹലാൽ ഏത് ഹറാം ഏത് എന്ന് വകതിരിക്കുന്നത്, ഹലാലായതിൽ മാത്രം ഇടപെടുകയും ഹറാമായ ഇടപാടുകളിൽ നിന്ന് പിൻവലിയുകയും ചെയ്യുന്നത് റബ്ബിനെ കുറിച്ചുള്ള അറിവും ബോധവും ആ ഇടപാടുകളുടെ വേളയിൽ വിശ്വാസിക്ക് ഉള്ളത് കാരണത്താലാണ്. അൽ ഹുബ്ബു ഫില്ലാഹ് വൽ ബുഗ്ദു ഫില്ലാഹ്, അള്ളാഹുവിൻ്റെ മാർഗത്തിലാണ് വിശ്വാസിയുടെ സ്നേഹം, അള്ളാഹുവിന് വേണ്ടി തന്നെയാണ് വിശ്വാസിയുടെ വെറുപ്പ്. ഒരാളെ സ്നേഹിക്കുമ്പോൾ ഈ സ്നേഹം അള്ളാഹുവിന് വേണ്ടി അവൻ്റെ പ്രീതിക്കായി എന്നോർത്തുകൊണ്ടാണ് സ്നേഹിക്കുന്നത്. ഒരാളോട് വെറുപ്പ് നിലനിർത്തുമ്പോൾ റബ്ബിൻ്റെ മാർഗേണ റബ്ബിന് വേണ്ടിയാണ് ഈ വെറുപ്പ് എന്ന നിലക്കാണ് വിശ്വാസിയുടെ സ്നേഹം പങ്കിടലും വെറുപ്പ് പ്രകടിപ്പിക്കലും എല്ലാം അള്ളാഹുവിനെ ഓർത്തും അള്ളാഹുവിനെ സ്മരിച്ചുകൊണ്ടുമുള്ളതായ വിശ്വാസിയുടെ പ്രകടനങ്ങൾ. ഇങ്ങനെയാണ് വിശ്വാസി ഏത് സമയവും അവൻ്റെ ജീവിതത്തിൽ റബ്ബിനെ സ്മരിച്ചുകൊണ്ടുള്ള അവസ്ഥകളാണ് അവനുള്ളത്, റബ്ബിനെ ഓർത്തുകൊണ്ടുള്ള വാക്കുകളാണ് അവനുള്ളത്, റബ്ബിനെ ഓർത്തുകൊണ്ടുള്ള പ്രവൃത്തികളാണ് അവർക്കുള്ളത്, റബ്ബിനെ ഓർത്തുകൊണ്ടുള്ള ഇടപാടുകളാണ് വിശ്വാസിക്കുള്ളത്. അതുകൊണ്ട് തന്നെ വിശ്വാസിയുടെ നിത്യജീവിതത്തിൽ ഏതേത് പ്രതിസന്ധികളും പ്രയാസങ്ങളും വന്നണഞ്ഞാലും
റബ്ബിനെ ഓർത്തുകൊണ്ടായിരിക്കും വിശ്വാസി തൻ്റെ പ്രതിസന്ധികളോടും തൻ്റെ മുമ്പിൽ കുമിഞ്ഞുകൂടിയ പ്രയാസങ്ങളോടും ഇടപഴകുക. ഭൗതികന്മാരായിട്ടുള്ള കുറേ മനുഷ്യന്മാരെ നമുക്കറിയാം. എന്താണ് അവരുടെ പ്രത്യേകത? വിശ്വാസ ശൂന്യതയാണ് അവരുടെ പ്രത്യേകത. അള്ളാഹുവിൽ ഈമാനില്ല, പടച്ച റബ്ബിനെ കുറിച്ചുള്ള ബോധമില്ല. അതുകൊണ്ട് തന്നെ ഭൗതിക ജീവിതത്തിൽ ഏറെ ഉയരങ്ങൾ കയറിയ പലരും ജീവിത നൈരാശ്യത്താൽ ആത്മഹത്യ ചെയ്തതിൻ്റെ ചരിത്രം നമുക്ക് കാണാം. അത് പൂർവ്വകാലം മുതൽ ഇന്ന് വരേക്കും ഭൗതികവാദികളുടെ ചരിത്രത്തിൽ നമ്മൾ വായിക്കുന്ന യാഥാർത്ഥ്യമാണ്. ആദിഗുരു അരിസ്റ്റോ എന്ന് പറയുന്ന അരിസ്റ്റോട്ടിൽ മുതൽ പല ഭൗതികന്മാരുടെയും ചരിത്രങ്ങൾ എടുത്തു നോക്കൂ. അവരുടെയൊക്കെ ജീവിതത്തിന് അവർ വിരാമം കുറിക്കുന്നത് പലരും പ്രയാസങ്ങൾ തരണം ചെയ്യാനാവാതെ, പ്രതിസന്ധികളിൽ സഹിക്കുവാനും ക്ഷമിക്കുവാനും കഴിയാതെ, ജീവിത നൈരാശ്യത്താൽ തകർന്നടിഞ്ഞ് ആത്മഹത്യയിലൂടെയാണ് അവർ തങ്ങളുടെ ജീവിതത്തിന് വിരാമം കുറിച്ചിട്ടുള്ളത് എന്നുള്ളതാണ്. ഭൗതിക ലോകത്ത് വർത്തമാനത്തിൻ്റെ ഈ യുഗത്തിലും അതിൻ്റെ പല ഉദാഹരണങ്ങളും കാണാൻ സാധിക്കും. വിദ്യാഭ്യാസത്തിൽ, ഭൗതികമായിട്ടുള്ള വിദ്യാഭ്യാസത്തിൽ ഏറെ ഉയരങ്ങൾ താണ്ടിയ പലരും സഹിക്കാനും ക്ഷമിക്കാനും സഹിഷ്ണുത അവലംബിക്കുവാനും ആവാതെ അവർ പരലോകയാത്രയായത് കാണുവാൻ സാധിക്കും. വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അപ്രകാരം ഒരവസ്ഥയല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് ഇന്നൽ അബ്റാർ ലഫീ നഈം, നിശ്ചയം അബ്റാർ എന്ന് പറഞ്ഞാൽ ബിർ പ്രവർത്തിക്കുന്ന, വിശ്വാസിയായി സുഹൃതം പ്രവർത്തിക്കുന്നവർ അവർ അനുഗ്രഹത്തിലാണ്. അവരുടെ സന്തോഷത്തിൻ്റെ നാളുകളിലും അവരുടെ സന്താപത്തിൻ്റെ നാളുകളിലും ക്ഷേമത്തിൻ്റെയും ക്ഷാമത്തിൻ്റെയും നാളുകളിൽ ഒരുപോലെ അവർ നിഅമത്തിലാണുള്ളത് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. മൻ അമില മിൻകും സ്വാലിഹൻ من عمل صالحا من ذكر أو أنثى من عمل صالحا من ذكر أو أنثى وهو مؤمن فلنحيينه حياة طيبة. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ആണാകട്ടെ പെണ്ണാകട്ടെ വിശ്വാസിയായിക്കൊണ്ട് വല്ലവരും സുഹൃതം പ്രവർത്തിച്ച് ജീവിക്കുന്നുവെങ്കിൽ നാം അവരെ നല്ല ജീവിതമാണ് ജീവിപ്പിക്കുക. അത് അള്ളാഹുവിൻ്റെ വാഗ്ദാനമാണ്. അതുകൊണ്ട് തന്നെ വിശ്വാസം ഉൾക്കൊണ്ട് ജീവിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം വിശ്വാസത്തിൻ്റെ തേട്ടമാണ് അള്ളാഹുവിൻ്റെ മഅയ്യത്ത് തന്നോടൊപ്പം ഉണ്ട് എന്നുള്ളത്. അള്ളാഹു ഏതൊരവസ്ഥയിലും എന്നോടൊപ്പം ഉണ്ട് എന്നുള്ള ജീവിതം അത് വിശ്വാസത്തിൻ്റെ തേട്ടമാണ്. എങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരം മനുഷ്യന്മാരെ നല്ല ജീവിതം സമ്മാനിപ്പിച്ച് അവരെ ഈ ഭൗതികതയിൽ ജീവിപ്പിക്കുന്നതാണ് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. ഉമർ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, വജദ്ന ഖൈറ ഐശിന ബിസ്സബ്ർ, ജീവിതത്തിൻ്റെ ക്ഷേമവും ഐശ്വര്യവും ഞങ്ങൾ കണ്ടത് ക്ഷമയിലാണ്, സഹനത്തിലാണ് എന്നാണ്. എങ്ങനെയാണ് ക്ഷമിക്കുന്നത് വിശ്വാസി? എങ്ങനെയാണ് സഹിക്കുന്നത് വിശ്വാസി? ഏത് ഘട്ടങ്ങളിലായാലും അള്ളാഹുവിൻ്റെ നിശ്ചയമാണ്, അള്ളാഹുവിൻ്റെ തീരുമാനമാണ്, അള്ളാഹുവിൻ്റെ ഔദാര്യമുണ്ട്, അനുഗ്രഹമുണ്ട് എന്ന് അടിയുറച്ച് വിശ്വസിച്ചുകൊണ്ടാണ് വിശ്വാസി ക്ഷമാലുവാകുന്നത്. അതിനാലാണ് വിശ്വാസിയെ തേടിയ ഐശ്വര്യങ്ങളും അനുഗ്രഹങ്ങളും ധന്യതയും വന്നണയുന്നത്. ചരിത്രത്തിൽ ധാരാളം ഉദാഹരണങ്ങൾ നമ്മുടെ ഖതീബ് ഇന്ന് നമ്മളെ കേൾപ്പിക്കുകയുണ്ടായി. നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ചരിത്രം മുതൽ ഇങ്ങോട്ട് പല നബിമാരുടെയും ചരിത്രങ്ങൾ എല്ലാം അവരുടെ ജീവിതത്തിൻ്റെ ഞെരുക്കത്തിൻ്റെയും പ്രയാസത്തിൻ്റെയും നാളുകളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സാമീപ്യം അറിഞ്ഞ് ആ അള്ളാഹുവിലുള്ള വിശ്വാസം രൂഢമൂലമാക്കി ജീവിച്ചതിനാൽ ഖൈറാത്തുകൾ അവരെ തേടിയെത്തി, നന്മകൾ അവരെ തേടിയെത്തിയതിൻ്റെ ചരിത്രം. നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാം ദീർഘകാലം ദഅവത്ത് നടത്തി. 950 വർഷകാലഘട്ടം
രാപ്പകൽ ഭേദമന്യേ രഹസ്യമായും പരസ്യമായും തൻ്റെ ജനതയെ വിളിച്ച്, വളരെ വിരളമായ ആളുകളാണ് അദ്ദേഹത്തിൽ വിശ്വസിച്ചത്. സ്വന്തം ഭാര്യയും മക്കളിൽ ഒരു മകൻ പോലും നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാമക്ക് ചെവി കൊടുത്തില്ല എന്നുള്ളതാണ് ചരിത്രം. അദ്ദേഹത്തിൽ വിശ്വസിച്ചില്ല എന്നുള്ളതാണ് ചരിത്രം. മാത്രമല്ല, അദ്ദേഹത്തെ പ്രയാസപ്പെടുത്തി, അദ്ദേഹത്തെ ആക്രമിച്ചു. അതുകൊണ്ടാണ് നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ദുആയിൽ ആ മാനസികമായ പ്രയാസത്തിൻ്റെ, ഭൗതികമായ ഞെരുക്കത്തിൻ്റെ നാളുകളിൽ അന്നി മഗ്ലൂബുൻ ഫന്തസിർ റബ്ബി ഇന്നി മഗ്ലൂബുൻ ഫന്തസിർ, റബ്ബേ ഞാൻ അതിജയിക്കപ്പെട്ടിരിക്കുന്നു, എല്ലാവരാലും ഞാൻ തോൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. ഫന്തസിർ, ലോകം തോൽപ്പിച്ചാലും അള്ളാഹുവിലുള്ള വിശ്വാസവും പ്രതീക്ഷയും മുറിയുന്നില്ല. അതുകൊണ്ടാണ് ഫന്തസിർ, നിന്റെ സഹായം കനിയണമേ എന്ന് നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് ദുആ ഇറക്കുന്നത്. ഖാല റബ്ബി അന്നി മഗ്ലൂബുൻ ഫന്തസിർ എന്ന് നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് നസ്റിന് വേണ്ടി, സഹായത്തിന് വേണ്ടി, വിജയത്തിന് വേണ്ടി, ഉദവിക്ക് വേണ്ടി തേടുകയുണ്ടായി എന്നുള്ളതാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ കാരുണ്യം നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാമയെ തേടിയെത്തി. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ഉദാഹരണം നമ്മൾ കേൾക്കുകയുണ്ടായി. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമക്കെതിരിൽ ലോകമൊന്നടങ്കം തിരിയുകയുണ്ടായി. വീടെതിര്, നാടെതിര്, നാട്ടിലെ പ്രമുഖരും പ്രമാണിമാരും ഭരണാധികാരിയും എതിര്. എങ്കിൽ അങ്ങനെയുള്ള ഒരു വ്യക്തിയുടെ ഭൗതിക ജീവിതം എത്ര ഇടുസായിരിക്കും? ഭൗതികമായ വീക്ഷണകോണുകളിലൂടെ നോക്കിയാൽ തീർത്തും കുടുസായ ഒരു ജീവിതമായിരിക്കും അങ്ങനെയുള്ള ഒരു വ്യക്തിക്കുണ്ടാവുക. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അவ்விധം പരീക്ഷിക്കപ്പെടുകയാണ്. ആ പരീക്ഷണം തീച്ചൂളയായി മാറുകയാണ്. അങ്ങനെ വലിയ എടുപ്പുണ്ടാക്കി, ആ എടുപ്പിൽ ഇന്ധനം നിറച്ച് അതിന് തീ കൊളുത്തി തീച്ചൂളയിലേക്ക് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം എടുത്തെറിയപ്പെടുന്ന സ്ഥിതിവിശേഷമുണ്ടായി. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയോടൊപ്പമായിരുന്നു. അള്ളാഹുവിൻ്റെ മഅയ്യത്ത്, അള്ളാഹു അവൻ്റെ മഹത്വമേറിയ ദാത്തുകൊണ്ട് വാനങ്ങൾക്കുപരിയിൽ അവൻ്റെ അർശിന് മീതെയാണെങ്കിലും അള്ളാഹുവിൻ്റെ അറിവ് കൊണ്ടും അവൻ്റെ കഴിവ് കൊണ്ടും ആധിപത്യം കൊണ്ടും മുഴുവൻ പടപ്പുകളോടൊപ്പമാണ്. അള്ളാഹുവിൻ്റെ സഹായം കൊണ്ടും അള്ളാഹുവിൻ്റെ വിജയം കൊണ്ടും അള്ളാഹുവിൻ്റെ തൗഫീഖ് കൊണ്ടും അള്ളാഹു അവനെ ഭയക്കുന്ന വിശ്വാസികൾക്ക് ഒപ്പവുമാണ്. ഇങ്ങനെ അള്ളാഹുവിൻ്റെ മഅയ്യത്ത് അറിവ് കൊണ്ടും ആധിപത്യം കൊണ്ടും എല്ലാ പടപ്പുകളോടൊപ്പമുണ്ട്. അള്ളാഹുവിൻ്റെ സഹായം കൊണ്ടും അള്ളാഹുവിൽ നിന്നുള്ള വിജയം കൊണ്ടും വിശ്വാസികൾക്കും ക്ഷമാലുക്കൾക്ക് ഒപ്പവുമുണ്ട്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയോടൊപ്പം ആ അള്ളാഹുവിൻ്റെ മഅയ്യത്ത് ഉണ്ടായിരുന്നു. അള്ളാഹുവോടൊപ്പം ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ പ്രഖ്യാപനം ഹസ്ബി അല്ലാഹ് വനിഅമൽ വക്കീൽ, എനിക്ക് അള്ളാഹു മതി, കാര്യങ്ങൾ എല്ലാം ഏൽപ്പിക്കുവാൻ അള്ളാഹു അത്യുത്തമനായ വക്കീലായിരിക്കുന്നു എന്ന് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ആ പ്രതിസന്ധിയിൽ നാടും വീടും ഭരണാധികാരിയും ഒക്കെ എതിരായി അവസാനം തീച്ചൂളയിലേക്ക് എറിയപ്പെടുന്ന സ്ഥിതിവിശേഷം വന്നപ്പോൾ അദ്ദേഹം എറിയപ്പെടുന്ന വേളയിലാണ് അള്ളാഹുവിൻ കൂടെയുണ്ട് എന്നുള്ള ബോധത്താൽ അദ്ദേഹത്തിൻ്റെ വിളിയാണ് ഇപ്രകാരം വരുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല ചെയ്തത് എന്താണ്? ഖുൽനാ യാ നാറു കൂനി ബർദൻ വസലാമൻ അലാ ഇബ്രാഹിം. തീയിനോട് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രഖ്യാപനം, ഇബ്രാഹിമിന് സമാധാനമായി വർത്തിക്കണം, അതേപോലെ തന്നെ ഇബ്രാഹിമിന് തണുക്കുകയും വേണം. അങ്ങനെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ അള്ളാഹു സുബ്ഹാനഹു വ തആല രക്ഷപ്പെടുത്തി. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയ്ക്ക് എതിരിലുണ്ടായിരുന്നവരെ അള്ളാഹു സുബ്ഹാനഹു വ തആല ചെയ്തത് എന്താ? ഫഅറാദു ബിഹി കൈദ ഫജഅൽനാഹുമുൽ അസ്ഫലീൻ. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയ്ക്കെതിരിൽ ശത്രുക്കൾ തന്ത്രം ആവിഷ്കരിച്ചു,
അള്ളാഹു അവരെ അസ്ഫലീങ്ങളാക്കി. അസ്ഫലീങ് എന്ന് പറഞ്ഞാൽ അധമന്മാരും താഴ്ന്നവരുമാക്കി. അവർ ഭൗതികമായിട്ട് ഏറെ മീതയാണ് എന്നാണ് അവർ വിചാരിച്ചിരുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവരെ ഇകഴ്ത്തുകയും താഴ്ത്തുകയും ചെയ്തു. മറ്റൊരായത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് വഅറാദു ബിഹി കൈദ ഫജഅൽനാഹുൽ അഖ്സരീൻ എന്നാണ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയ്ക്കെതിരിൽ അവർ തന്ത്രം ഉദ്ദേശിച്ചു, പക്ഷെ അള്ളാഹു സുബ്ഹാനഹു വ തആല അവരെ നഷ്ടക്കാരും പരാജിതരുമാക്കി എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമയെ സംബന്ധിച്ചിടത്തോളം ആ ജീവിതത്തിന്റെ ഏറ്റവും വലിയ പ്രതിസന്ധിയിൽ, പ്രയാസത്തിന്റെ സമയങ്ങളിൽ അള്ളാഹുവിലുള്ള വിശ്വാസവും അള്ളാഹു കൂടെയുണ്ട് എന്ന ബോധവുമായിരുന്നു അദ്ദേഹത്തിന്റെ പ്രത്യേകത. അതിനാൽ തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് പിൽക്കാലങ്ങളിൽ ലിസാൻ സിദ്ഖ്, സൽകീർത്തി, സത്യസന്ധൻ എന്ന പ്രശസ്തി അദ്ദേഹത്തിന് അള്ളാഹു സുബ്ഹാനഹു വ തആല നിലനിർത്തി. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം വീണ്ടും ജീവിച്ചു. അള്ളാഹുവിന്റെ മാർഗത്തിൽ പലതവണ ഹിജറ പോകുവാൻ അള്ളാഹു അദ്ദേഹത്തിന് അവസരമേകി. അദ്ദേഹത്തിന് ഹാജറിലൂടെ ഇസ്മായിൽ എന്ന സന്തതിയെ നൽകി. ആ ഇസ്മായിൽ എന്ന സന്തതിയുടെ പരമ്പരയെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇവിടെ നിലനിർത്തി. അഷ്റഫുൽ ഖൽഖായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആ സന്താന പരമ്പരകളിൽ നിന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിക്കുകയുണ്ടായി. സാറയിലൂടെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇസ്ഹാഖ് എന്ന സന്തതിയെ നൽകുകയുണ്ടായി. ഇസ്ഹാഖിൽ യാക്കൂബിനെയും യാക്കൂബ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ പരമ്പരകളായി 12 മക്കൾ. ആ 12 മക്കളിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല തന്റെ നുബുവത്തിനെ പിന്നീട് നിശ്ചയിക്കുകയുമുണ്ടായി. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമക്ക് അള്ളാഹു സൽപേരും സൽകീർത്തിയും നിലനിർത്തി. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം കഅബത്തിന്റെ ഖവായിദ് അത് പുനർനിർമ്മിക്കുകയും കഅബത്തിനെ പടുത്തുയർത്തുകയും അദ്ദേഹത്തിന്റെ നാവിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല ലോകരെ ഹജ്ജിലേക്ക് വിളിക്കുകയും ഉണ്ടായി. നോക്കൂ നിങ്ങൾ, അള്ളാഹു സുബ്ഹാനഹു വ തആല ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് നൽകിയതായ സ്ഥാനവും പദവിയും എന്തുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ചുള്ള ഉള്ളറിവും വിശ്വാസവും, പ്രസ്തുത വിശ്വാസം അത് ജീവിതത്തിൽ സഫലീകരിക്കുകയും യാഥാർത്ഥ്യമാക്കുകയും ചെയ്തത് കാരണത്താൽ. നബിമാരുടെ ചരിത്രങ്ങൾ ഇതുപോലെ. യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ചരിത്രത്തിൽ അദ്ദേഹം ഏറെ പരീക്ഷിക്കപ്പെട്ടു. തൻ്റെ കുരുന്ന് നാളുകൾ മുതൽ പരീക്ഷണത്തിന് വിധേയനായ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ സന്താനങ്ങളിൽ 10 പേരും യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമയോട് അസൂയാലുക്കളായിരുന്നു. അവർ അദ്ദേഹത്തിനെതിരിൽ തന്ത്രം മെനയുകയും അദ്ദേഹത്തെ ഗയാബത്തുൽ ജുബ്, കിണറ്റിൽ ആരോരും തിരിഞ്ഞു നോക്കാത്ത വിജനതയിലുള്ള ഒരു പൊട്ടക്കിണറ്റിൽ എന്ന പോലെയാണ് അദ്ദേഹത്തെ അവർ എറിയുകയും ഒഴിവാക്കുകയും ഉണ്ടായത്. അല്ലാഹു സുബ്ഹാനഹു വ തആല സഹോദരങ്ങൾ കിണറ്റിൽ എറിഞ്ഞ വേളയിലാണ് ഇബ്രാഹിം നബി യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമക്ക് ബോധനം നൽകുന്നത്, വഹി നൽകുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, യൂസുഫ്, ഈ സഹോദരങ്ങളുടെ ചെയ്തികളെ കുറിച്ച് നിങ്ങൾ പിന്നീട് അവരോട് വിവരം നൽകുന്നതാണ്. فلما ذهبوا به واجمعوا ان يجعلوه في غيابة الجب اوحينا اليه. യൂസുഫിന്റെ സഹോദരങ്ങൾ അദ്ദേഹത്തെ കൊണ്ടുപോയി കിണറ്റിലെറിയുവാൻ ഐക്യകണ്ഠേന തീരുമാനിച്ചപ്പോൾ, അങ്ങനെ അദ്ദേഹത്തെ അവർ കിണറ്റിലെറിഞ്ഞപ്പോൾ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമക്ക് നാം വഹി നൽകി. ലതുനബ്ബിഅന്നഹും ബിഅംരിഹിം ഹാദാ വഹും ലാ യശ്ഉറൂൻ. ഒരു നാൾ വരും, ആ നാൾ വന്നാൽ സഹോദരങ്ങൾക്ക് അറിഞ്ഞോളണം, ബോധം ഉണ്ടായിക്കൊള്ളണമെന്നില്ല, പക്ഷേ നിങ്ങൾ അവർ ഈ ചെയ്തതിനെ കുറിച്ച് അവർക്ക് വിവരമേകുന്നതാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയുണ്ടായി. എന്തുകൊണ്ട്? അല്ലാഹു സുബ്ഹാനഹു വ തആല തനിക്ക് വഹിയേകുന്ന, ബോധനമേകുന്ന ഒരു അള്ളാഹുവിലുള്ള വിശ്വാസവും അറിവും കുരുന്നായിരിക്കെ തന്നെ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമക്ക് ഉണ്ട് എന്നുള്ളതാണ്. അവിടെ നിന്ന് അങ്ങോട്ടുള്ള യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ജീവിതങ്ങളൊക്കെ നോക്കൂ നിങ്ങൾ. ഭൗതികമായിട്ടുള്ള അളവുകോലുകൾ വെച്ച് നോക്കിയാൽ പ്രയാസത്തിൻ്റെതാണ്. പൊട്ടക്കിണറ്റിൽ നിന്ന് അദ്ദേഹത്തെ എടുക്കുന്നത് ഒരു യാത്രാസംഘമാണ്. യാത്രാസംഘം
തങ്ങൾക്ക് ലഭിച്ച സുന്ദരനായ ഒരു ബാലനെ നോക്കി പറയുന്നത് നമുക്കൊരു പോറ്റുമകനായി വളർത്തിയെടുക്കാം, അല്ലെങ്കിൽ നമുക്ക് പിതാവിനെ അന്വേഷിച്ച് കുടുംബത്തെ അന്വേഷിച്ച് തിരിച്ചു നൽകാം, അല്ലെങ്കിൽ എത്ര ഓമനത്വമുള്ള ഒരു കുരുന്നാണിത്, അതുകൊണ്ട് ഇതിനെ സംരക്ഷിക്കേണ്ടതുണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വർത്തമാനമായിരുന്നില്ല യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമയെ നോക്കി അവർ പറഞ്ഞത്. അവർ ഇതൊരു കച്ചവടച്ചരക്കായി അടിമച്ചന്തയിൽ വിൽക്കുവാൻ ഒരു വിഭവമായിട്ട് മാത്രമാണ് കാണുന്നത്. അതുകൊണ്ടാണ് ഈജിപ്റ്റ് ദേശത്ത് കൊണ്ടുപോയി അവർ ഈജിപ്റ്റിലെ അസീസിന് ഒരു അടിമയായി, വീട്ടിലെ ഖാദിമായി, സേവകനായി വിൽക്കുന്നത്. യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം ഈജിപ്റ്റിലെ അസീസിന്റെ വീട്ടിൽ സേവകനായി, ഖാദിമായി ജോലി ചെയ്യുന്ന ആ നാളിൽ ആ വീട്ടിൻ്റെ സാഹചര്യങ്ങൾ, അവിടെ നിന്ന് യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം അനുഭവിച്ചതായ ദുരവസ്ഥകൾ വിശുദ്ധ ഖുർആൻ സൂറത്ത് യൂസുഫ് വായിക്കുന്ന നമുക്കെല്ലാവർക്കും മനസ്സിലാക്കുവാൻ സാധിക്കും. വളർന്നു വലുതായി യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം ശാരീരിക കാന്തിയിൽ, ഭംഗിയിൽ അദ്ദേഹം സുമുഖനാണ്, സുന്ദരനാണ്. അത് കാരണത്താൽ തന്നെ അസീസിന്റെ ഭാര്യ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമയോട് തന്ത്രം മെനയുകയാണ്. വീട്ടുവേല ചെയ്യുവാൻ നിർബന്ധിതനായ, പിന്നീട് വീട്ടിലെ സയ്യിദത്തിന്റെ പ്രലോഭനങ്ങൾക്ക് ഇരയാകാൻ വിധിക്കപ്പെടുന്ന ഒരു വ്യക്തിയുടെ അവസ്ഥ എത്രമാത്രം പ്രയാസകരമായിരിക്കും. ആ ഒരു ഭൗതിക പരീക്ഷണങ്ങളിൽ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം അകപ്പെടുകയാണ്. പക്ഷേ ഭൗതികമാണ് ബന്ധനങ്ങളെങ്കിലും ഹൃദയത്തെ ബന്ധിക്കുവാൻ ഒരാൾക്കും സാധിക്കുകയില്ല. അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആലയോടുള്ള യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ഹൃദയത്തിന്റെ ബന്ധം അത് ദൃഢമാണ്. അതുകൊണ്ടാണ് അസീസിന്റെ ഭാര്യ വലയെറിഞ്ഞ് കെണി വിരിച്ച് യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമയെ തൻ്റെ ഇംഗിതത്തിന് വിധേയനാക്കുവാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം ആ കെണിയിൽ വീഴാതെ വലയിൽ നിന്ന് രക്ഷപ്പെട്ട് ഈ ദുനിയാവിൽ നാളെ ആഖിറത്തിൽ സൗഭാഗ്യവാന്മാരിൽ അകപ്പെട്ടത്. വറാവദതുഹു അല്ലതി ഹുവ ഫീ ബൈതിഹാ അൻ നഫ്സി വഗല്ലഖത്തിൽ അബ്വാബ് വഖാലത് ഹൈത ലക് ഖാല മആദല്ലാഹ് ഇന്നഹു റബ്ബി അഹ്സന മസ്വായി. യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം ഏതൊരുവളുടെ വീട്ടിലാണോ ഉള്ളത്, അവളാണ് യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമയെ വശീകരിക്കുവാൻ പണിയെടുക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, അവരാണ് ഖല്ലഖത്തിൽ അബ്വാബ്, കതകുകൾ കൊട്ടിയടച്ചത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, വഖാലത്ത്, അവരാണ് പറയുന്നത്, ഹൈത ലക്, വരൂ സുഖം പങ്കിടാൻ. അരുതായ്മയിൽ പാടില്ലാത്ത നിഷിദ്ധമായ ഒരു വേദിയിൽ സുഖം പങ്കിടാൻ അവരാണ് ക്ഷണിക്കുന്നത്. പക്ഷേ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ബന്ധം അപ്പോൾ ഭൗതികതയോടായിരുന്നില്ല, പിന്നെയോ മേലായ റബ്ബ് സുബ്ഹാനഹു വ തആലയുമായിട്ടായിരുന്നു. അതുകൊണ്ട് തന്നെ സാഹചര്യങ്ങളെല്ലാം ഒരു തെറ്റിൽ വീഴുവാൻ അദ്ദേഹത്തിന് അനുകൂലമായിട്ടും, അദ്ദേഹം വിദേശിയാണ്, കനാൻ ദേശത്തുകാരൻ, ഈജിപ്തുകാരനല്ല. സ്വദേശി ഒരു തെറ്റ് ചെയ്യുന്നത് പോലെയല്ല ആ നാട്ടുകാർക്കിടയിൽ ഒരു വിദേശിയെ സംബന്ധിച്ചിടത്തോളം. തന്നെ ക്ഷണിക്കുന്നവൾ അവൾക്ക് ഉത്തരമേകിയിട്ടുണ്ട് എങ്കിൽ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഭൗതികമായി നോക്കിയാൽ കൂടുതൽ ആക്ഷേപാർഹനല്ല. അവൾ ഏറെ ശാരീരിക കാന്തിയുള്ള അസീസിന്റെ ഭാര്യയാണ്. കെണിയിൽ വീഴാൻ പെട്ടെന്ന് അവസരമുണ്ടാകുന്ന ഒരു സ്ഥിതിവിശേഷമാണ്. അവൾ മുതലാളി എന്ന പോലെയാണ് എന്ന് പറഞ്ഞാൽ, യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം അവളുടെ ആജ്ഞകൾ അനുസരിച്ചാണ് കൊട്ടാരത്തിൽ ജോലി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമയല്ല വശീകരിക്കുന്നത്, അവൾ അങ്ങോട്ടാണ് വശീകരിക്കുന്നത്. പല കോണുകളിലൂടെ നോക്കിയാൽ ഒരു തെറ്റിലേക്ക് വീഴുവാനുള്ള എല്ലാ സാഹചര്യങ്ങളും യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമയ്ക്ക് എളുപ്പമായ സമയത്തും ഹൃദയം അല്ലാഹു സുബ്ഹാനഹു വ തആലയോടൊപ്പമാണ്. അത് കാരണത്താൽ തന്നെ ആ സ്ത്രീ വിളിച്ചു, കതകുകൾ അടച്ചു, അവസരങ്ങളൊക്കെ റെഡിയാക്കി. പക്ഷേ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, ഇന്നഹു റബ്ബി അഹ്സനു മസ്വായി, മഅദല്ലാഹ്, അല്ലാഹുവിൽ ഞാൻ അഭയം തേടുന്നു. എൻ്റെ റബ്ബ് എൻ്റെ ആഗമനത്തെ നന്നാക്കിയ റബ്ബാണെന്ന് പറഞ്ഞ് യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം കുതറി ഓടുന്നു, തിരിഞ്ഞോടുന്നു.
യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം വീണ്ടും പ്രയാസങ്ങളിൽ അകപ്പെട്ടുകൊണ്ടുള്ള ജീവിതത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ജയിലിലുള്ള ജീവിതമാണ് തേടുന്നത്. ഖാല റബ്ബിസ് സിജ്നു അഹബ്ബു ഇലൈ മിമ്മ യദ്ഉനി ഇലൈ. അവരേതൊരു കാര്യത്തിലേക്കാണോ എന്നെ ക്ഷണിക്കുന്നത് അതിനേക്കാൾ എനിക്ക് ഇഷ്ടകരമായിട്ടുള്ളത് സിജിൻ, ജയിലാണെന്ന് പറഞ്ഞ് ഭൗതികമായ ബന്ധനങ്ങൾ അതിന് പ്രാമുഖ്യം കൽപ്പിച്ചു. അല്ലാഹു സുബ്ഹാനഹു വ തആലയോടുള്ള ബന്ധം മുറിയാതിരിക്കുവാനും തെറ്റിൽ വീണൊരു ജീവിതം ഇല്ലാതിരിക്കുവാനും. പക്ഷേ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹത്തിൻ്റെ ചരിത്രത്തിൻ്റെ അവസാനം എങ്ങനെയാണ് നമ്മൾ വായിക്കുന്നത്? അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തെ ആദരിച്ചു. അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തെ സ്ഥാനമാനങ്ങൾ നൽകി ഈ ദുനിയാവിൽ ബഹുമാനിക്കുകയും അദ്ദേഹത്തിന് അള്ളാഹുവിൽ നിന്നുള്ള റഹ്മത്തുകളും അള്ളാഹുവിൻ്റെ കനിവുകളും അള്ളാഹു ഏകിയ ചരിത്രമാണ് നമ്മൾ വായിക്കുന്നത്. ഇതേപോലെ നബിമാരുടെ ചരിത്രങ്ങൾ, യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം മത്സ്യത്തിൻ്റെ വയറ്റിലായിരിക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് ഫി ദുലുമാത്തിൻ സലാസ് എന്നാണ്. 3 അന്ധകാരങ്ങൾ, അതിനടിയിൽ സമുദ്രാഴികൾക്ക് അടിയിൽ മത്സ്യത്തിൻ്റെ വയറ്റിനുള്ളിൽ ഒരു വ്യക്തി. അത് ആലോചിച്ചു നോക്കൂ നിങ്ങൾ, എത്ര പ്രയാസകരം, എത്ര ദുഃഖകരം. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് ഗമ്മ് ബാധിച്ചു എന്ന് പറഞ്ഞത്. അങ്ങേയറ്റത്തെ ദുഃഖത്തിനാണ് ഗമ്മ് എന്ന് പ്രയോഗിക്കുക. ആ ഗമ്മിൽ അകപ്പെട്ട് യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹത്തെക്കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് ഫലൗലാ അന്നഹു കാന മിനൽ മുസബ്ബിഹീൻ ലലബിസ ഫീ ബത്നിഹി ഇലാ യൗമി യുബ്അസൂൻ. യൂനുസ് അലൈഹി സ്വലാത്തു വസ്സലാം മുസബ്ബിഹീങ്ങൾ ഉൾപ്പെട്ടവനായിരുന്നില്ലെങ്കിൽ, മുസബ്ബിഹ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന് തസ്ബീഹ് എടുക്കുന്നവൻ, സുബ്ഹാനല്ലാഹ് എന്ന് പറഞ്ഞ് അള്ളാഹുവിൻ്റെ തസ്ബീഹ് നിർവഹിക്കുന്നവൻ, അള്ളാഹുവിൻ്റെ പരിശുദ്ധിയെ വാഴ്ത്തുന്നവൻ. അപ്പം അള്ളാഹുവെ അറിഞ്ഞ് അള്ളാഹുവെ മനസ്സിലാക്കി അള്ളാഹുവിന് തസ്ബീഹ് നിർവഹിക്കുന്ന വ്യക്തിയായിരുന്നു യൂനുസ് അലൈഹി സ്വലാത്തു വസ്സലാം. ആ തസ്ബീഹ് ഭൗതിക ജീവിതത്തിൽ മാത്രമായിരുന്നില്ല, പ്രത്യുത ഭൗതിക ജീവിതത്തിൻ്റെ പ്രതിസന്ധി ഘട്ടത്തിൽ, അതിൻ്റെ പ്രതിസന്ധി ഏറ്റവും തീക്ഷ്ണമായ കഠിനമായ ഘട്ടത്തിൽ അദ്ദേഹം സമുദ്രത്തിലേക്ക് എറിയപ്പെട്ടു. സമുദ്രത്തിൽ നിന്ന് അദ്ദേഹത്തെ മത്സ്യം വിഴുങ്ങി. അങ്ങനെ മത്സ്യത്തിൻ്റെ വയറ്റിനകത്ത് അദ്ദേഹം ദുലുമാത്തിൻ സലാസിൽ 3 അന്ധകാരങ്ങളിൽ കഴിയവയും അദ്ദേഹത്തിൻ്റെ ആ തസ്ബീഹ് നിലനിർത്തുകയാണ്. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖിയാമത്ത് നാൾ വരേക്കുള്ള മുസ്ലിമീങ്ങൾ പാരായണം ചെയ്യുന്നതിൽ ആ വിഷയത്തിൽ ആയത്തിറക്കിയത്. അദ്ദേഹത്തിൻ്റെ വിളി ലാ ഇലാഹ ഇല്ല അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. അതാണ് അള്ളാഹുവിനോടുള്ള ബന്ധം. ഈ വിധമാണ് അദ്ദേഹം അത് നിലനിർത്തിയത്. അതുകൊണ്ടാണ് ദിന്നൂനിൻ്റെ ദുആ, യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ദുആ ജവാബുള്ള ദുആയാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ രക്ഷപ്പെടുത്തി. വീണ്ടും അദ്ദേഹത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല നബിയായി നിയോഗിച്ചു. നീനവേ ദേശത്തെ ജനങ്ങൾ ആ നബിയുടെ അനുയായികളായി മാറുകയുണ്ടായി. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ പറയുന്നു. ഇതേപോലെ ധാരാളം ഉദാഹരണങ്ങൾ ചരിത്രത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. നമ്മുടെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അവസ്ഥ നമ്മൾ കേൾക്കുകയുണ്ടായി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതനാളിൽ എത്ര പരീക്ഷണങ്ങൾ. ആ പരീക്ഷണങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അള്ളാഹുവോടൊപ്പം എങ്ങനെ വർത്തിച്ചു എന്നുള്ളത് നമ്മൾ വായിക്കുന്നുണ്ട്. തായിഫിൻ്റെ ചരിത്രത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നുബുവത്തിൻ്റെ 10ാമത്തെ വർഷം മക്കയിലെ ജനത പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൈയൊഴിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വധിക്കുവാനുള്ള അവരുടെ പരിപാടി തയ്യാറാക്കിയപ്പോൾ ഭൗതികമായിട്ടുള്ള സാഹചര്യങ്ങൾ മക്കയിലെ ബൗദ്ധ വിശ്വാസികൾക്ക് അതിന് അനുകൂലമായപ്പോൾ എന്ന് പറഞ്ഞാൽ അബൂ താലിബിൻ്റെ മരണമുണ്ടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയ പത്നി ഖദീജ റളിയല്ലാഹു തആല അൻഹയുടെ വഫാത്തുമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കയിൽ നിന്ന് ആലോചിക്കുകയാണ്, എവിടെയാണ് എനിക്ക് ഇനി ഒരഭയം തൻ്റെ ദഅവത്ത് എത്തിക്കുന്നതിൽ. അങ്ങനെയാണ് സഖീഫ് ഗോത്രത്തെക്കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആലോചിക്കുന്നത്. തായിഫിൽ സഖീഫ് ഗോത്രമുണ്ട്, അവിടേക്കുള്ള പലായനത്തിൽ താൻ പ്രതീക്ഷിക്കുന്നത് ലഭിക്കുമെന്ന വിശ്വാസത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തായിഫിലേക്ക് കാൽനടയായിട്ടാണ് പലായനം ചെയ്യുന്നത്, ഹിജറ പോകുന്നത്. പക്ഷേ തായിഫിലെത്തി 10 നാൾ ആ തായിഫുകാരുടെ സഖീഫിൻ്റെ
വീട്ടുമരങ്ങളിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ അവരോട് പറയുകയാണ്, ഈ അള്ളാഹുവിൻ്റെ ദീനെത്തിക്കുന്ന മാർഗേണ മക്കക്കാർ എന്നെ കൈയൊഴിച്ചു, നിങ്ങൾ എനിക്ക് ഈ തായിഫിൽ ഒരു അഭയം നൽകണം എന്ന് പറഞ്ഞപ്പോൾ അവർ അഭയം നൽകിയില്ല എന്ന് മാത്രമല്ല, ഹീനമായ പ്രവൃത്തിയാണ് അവർ ചെയ്തത്. അവർ കൂക്കി വിളിച്ചും കല്ലെറിഞ്ഞും റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളെ 10 നാൾക്കപ്പുറം തായിഫിൽ നിന്ന് എറിഞ്ഞാട്ടുകയാണ് ചെയ്തത്. ചരിത്രത്തിന്റെ റിപ്പോർട്ടുകളിൽ കാണാം, ഫലം യസ്തഫിഖ് ഇല്ലാ ബിഖർനി സാലിബ്, കൂക്കി വിളിയും അധിക്ഷേപങ്ങളും അവർ ആവർത്തിച്ചു, കല്ലേറും അവർ ആവർത്തിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ തായിഫിൽ നിന്ന് തിരിഞ്ഞ് ഓടുമ്പോൾ പ്രവാചകനൊരു ബോധമില്ലാത്ത അവസ്ഥയിലാണ് ഓടുന്നത്. അതുകൊണ്ടാണ് ചരിത്ര റിപ്പോർട്ടുകളിൽ കാണുന്നത്, ഖർനു സാലിബിലേക്ക് ഓടി വീണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ഓടി അവിടെ വീണതിൽ പിന്നെയാണ് പ്രവാചകന് ബോധം വരുന്നത് എന്നുള്ളതാണ്. റസൂൽ അപ്പോഴാണ് ഉണരുന്നത് എന്നാണ്. അவ்விധമായിരുന്നു തായിഫുകാരുടെ പ്രതികരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളോട്. തിരുനബി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ആ തായിഫിന്റെ ഖർനു സാലിബിൽ വീണ് അവിടെ നിന്ന് അല്ലാഹുമ്മ ഇലൈക അഷ്കു ദുഅഫ ഖുവ്വതി വഖില്ലത ഹീലതി വഹവാനി അലന്നാസ് എന്ന് തുടങ്ങി റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ അവിടെ വെച്ച് അള്ളാഹുവിനെ വിളിക്കുകയാണ്, അള്ളാഹുവോട് സങ്കടപ്പെടുകയാണ്. പ്രവാചകൻ സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിൻ്റെ 23 വർഷകാലഘട്ടത്തെ ദഅവത്തിന്റെ നുബുവത്തിന്റെ നാളുകളിൽ ഏറ്റവും പ്രയാസം പ്രവാചകന് സമ്മാനിച്ച നാളായിരുന്നു തായിഫിൽ നിന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ തിരിച്ചു പോന്ന ആ ദിവസം. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പിൽക്കാലത്ത് ഉണർത്തുന്നുണ്ട്. പക്ഷേ തിരുനബി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ ബന്ധവും അള്ളാഹുവിനോടുള്ള അടുപ്പവും അള്ളാഹു സുബ്ഹാനഹു വ തആലയിലുള്ള വിശ്വാസവും അത് ആ ഒരു ഞെരുക്കത്തിൻ്റെ പ്രയാസത്തിൻ്റെ നാളുകളിൽ മുറിഞ്ഞില്ല, പ്രത്യുത അത് ബലപ്പെടുകയാണ് ചെയ്തത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾക്ക്. അതിൽ പിന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്ന് സമാശ്വാസം വരികയാണ്. തായിഫിലുള്ള ജനതയും മക്കക്കാരും പ്രവാചകനോട് മുഖം തിരിച്ചെങ്കിലും അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ പടപ്പുകളിൽ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമയെയും മലക്കുൽ ജിബാലിനെയും പ്രവാചകന് സഹായ വാഗ്ദാനവുമായിട്ട് ആകാശത്തിൽ നിന്ന് അവതരിപ്പിക്കുകയുണ്ടായി. അതേപോലെ തന്നെ അള്ളാഹുവിൻ്റെ പടപ്പുകളിൽ മനുഷ്യരിൽ ഒരു വിഭാഗം പ്രവാചകനോട് മുഖം തിരിച്ചെങ്കിലും അള്ളാഹു സുബ്ഹാനഹു വ തആല ജിന്നുകളിൽ നിന്നൊരു പടയെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ നേരെ നിയോഗിച്ചയക്കുകയും അങ്ങനെ ആ ജിന്നുകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ ഖുർആൻ പാരായണം കേൾക്കുകയും പ്രവാചകന്റെ ഖുർആൻ പാരായണം കേട്ടതിൽ പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളിൽ വിശ്വസിക്കുകയും അവർ അവരുടെ ജനതയിലേക്ക് തിരിച്ചു ചെന്ന് ഈ റസൂലിന് വേണ്ടി അവിടെ ദഅവത്ത് നിർവഹിക്കുകയും പ്രവാചകനിലേക്ക് അവർ അവരുടെ ജനതയെ ക്ഷണിക്കുകയും ഉണ്ടായി എന്നുള്ളതാണ് ചരിത്രം. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയോടുള്ള ബന്ധം അതൊരു വിശ്വാസി ദൃഢമാക്കുകയും ആ ബന്ധം ഏതൊരു സാഹചര്യത്തിലും നിലനിർത്തുകയും ചെയ്യേണ്ടതുണ്ട്. ബദറിൻ്റെ മാറിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അവസ്ഥ എന്ത് എന്ന് നമ്മൾ മിമ്പറിൽ വെച്ച് കേൾക്കുകയുണ്ടായി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബദറിലേക്ക് എത്തുമ്പോൾ പ്രവാചകന്റെ കൂടെ 300 ചില്ലാനം ആളുകളാണുള്ളത്. പ്രവാചകൻ മറുപക്ഷത്ത് കാണുന്നത് ഇതിൻ്റെ 3 ഇരട്ടി ആൾബലവും വലിയ ആയുധ ബലവുമുള്ള ഒരു ശത്രുസേനയെയാണ്. അഹങ്കാരത്തിൻ്റെ മുൾമുലയിൽ നിൽക്കുന്ന ആ ശത്രുസേനയെ കാണുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അള്ളാഹുവിന് മുമ്പിൽ വിനയാന്വിതനാവുകയാണ്. വിറകൈകൾ ആകാശത്തിലേക്ക് ഉയർത്തുകയാണ്, നിറഞ്ഞ കണ്ണുകൾ ആകാശത്തിലേക്ക് നോക്കുകയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൈ ഉയർത്തി അല്ലാഹുമ്മ അല്ലാഹുവേ എന്ന് വിളിച്ച് തൻ്റെ ദുആഇനെ ആവർത്തിച്ച് ഉണർത്തിയപ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു വന്നുകൊണ്ട് പറയുകയാണ്, യാ റസൂലല്ലാഹ് കഫാക മുനാശദതക റബ്ബക ഫൈനഹു യുൻജിസുക മാ വഅതക. പ്രവാചകരെ, അള്ളാഹുവിനോടുള്ള ഈ ദുആ ഇനി മതി. അള്ളാഹു നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്തത് ബദറിന്റെ മാറിൽ അള്ളാഹു പുലർത്തി തരും, അതുകൊണ്ട് മതി എന്ന് പറഞ്ഞ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു പ്രവാചകനെ തിരിച്ചു വിളിക്കുവോളം റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ അള്ളാഹുവിനോട് ദുആയിലാണ്, അള്ളാഹുവിനോടുള്ള ബന്ധത്തിലും അടുപ്പത്തിലുമാണ്. ജീവിതത്തിൻ്റെ പ്രയാസങ്ങളിൽ, ഞെരുക്കങ്ങളിൽ, ബുദ്ധിമുട്ടുകളിൽ ഒരു ദാസൻ എത്രമാത്രം അള്ളാഹുവിനോട് അടുത്ത് വർത്തിക്കണം, അള്ളാഹുവോടുള്ള ബന്ധം അതറിയണം എന്നുള്ളതിൻ്റെ ചരിത്രം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹിജ്റ പോകുന്ന വേളയിൽ സൗർ ഗുഹയിൽ നടന്ന അവസ്ഥ നമ്മൾ കേൾക്കുകയുണ്ടായി. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സൗർ മലയുടെ മുകളിൽ ഗുഹയിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവോടൊപ്പം ഇരിക്കുന്ന വേളയിൽ പ്രവാചകനെ തെരഞ്ഞ് പ്രവാചകന്റെ തലകൊയ്യുവാനുള്ള ആർത്തിയിൽ ശത്രുക്കൾ
ആ മലയുടെ മുകളിലെത്തി. അവർ മലയുടെ മുകളിൽ ഉച്ചിയിലെത്തി നിൽക്കുന്ന വേളയിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയുകയാണ്, പ്രവാചകരെ, ആ നിൽക്കുന്ന ഒരാൾ അയാളുടെ കാലിലേക്ക് നോക്കിയാൽ നമ്മളെ കാണുമല്ലോ എന്ന് പറഞ്ഞ് അബൂബക്കർ റളിയല്ലാഹു തആല അൻഹു പരിതപിക്കുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്, യാ അബൂബക്കർ മാ ബന്നുക ബിസ്നൈൻ അല്ലാഹു സാലിസുഹുമ. അബൂബക്കർ, നമ്മൾ രണ്ടുപേരുമാണോ? മൂന്നാമനായി അല്ലാഹു ഇല്ലേ? ലാ തഹ്സൻ ഇന്നല്ലാഹ മഅനാ. അബൂബക്കർ, ദുഃഖിക്കരുത്, നമ്മളോടൊപ്പം അല്ലാഹു സുബ്ഹാനഹു വ തആലയുണ്ട് എന്ന് പറഞ്ഞാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തൻ്റെ വരികൾ സൗർ മലയുടെ മുകളിൽ സൗർ ഗുഹയിൽ വെച്ച് അബൂബക്കർ റളിയല്ലാഹു തആല എന്നെ കേൾപ്പിക്കുന്നത്, ലോകരെ കേൾപ്പിക്കുന്നത്. എന്തിന്? പ്രയാസങ്ങൾ എത്ര മൂർജിച്ചാലും ദുരിതങ്ങൾ എത്ര കഠിനമായാലും ദാസൻ അവൻ്റെ ഹൃദയവും അള്ളാഹുവിനോട് വിളക്കേണ്ടതുണ്ട്, അവൻ്റെ പ്രതീക്ഷ അള്ളാഹുവിൽ ശക്തമാക്കേണ്ടതുണ്ട് എന്നുള്ള പാഠം നമ്മൾ പഠിക്കുന്നതിന് വേണ്ടി ഇത് ചരിത്രത്തിൽ ഇതുപോലെ ഉദാഹരണങ്ങൾ കാണുവാൻ സാധിക്കും. മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയുമായി ബന്ധപ്പെട്ട് നമ്മൾ വിശദമായി കേൾക്കുകയുണ്ടായി. മൂസ അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹം ഇസ്രായേലിയരിലേക്ക് കടന്നു വന്ന വേളയിൽ ഇസ്രായേലിയർ റബ്ബിനോടുള്ള ബന്ധം പലപ്പോഴും സത്യസന്ധമായി പുലർത്താറില്ല. അതുകൊണ്ട് തന്നെ ഈ മൂസ അലൈഹി സ്വലാത്തു വസ്സലാം അവരുടെ സംരക്ഷകനായി അവരുടെ മുമ്പിൽ വന്നപ്പോഴും ഇസ്രായേലിയരുടെ വർത്തമാനം ഖാലു ഊദീന മിൻ ഖബ്ലി അൻ തഅതിയന വമിൻ ബഅദി മാ ജീതന. മൂസ, ഇസ്രായേലിയർ പറയുകയാണ്, മൂസ, താങ്കൾ വരുന്നതിന് മുമ്പും ഞങ്ങളിലേക്ക് വന്നതിന് ശേഷവും ഊദീന, ഞങ്ങൾ പീഡിപ്പിക്കപ്പെട്ടിരിക്കുന്നു, ഞങ്ങൾ ശിക്ഷിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞ് മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയോട് നൈരാശ്യത്തിൻ്റെ വർത്തമാനം ഇസ്രായേലിയർ ആവർത്തിക്കുമ്പോൾ മൂസ അലൈഹി സ്വലാത്തു വസ്സലാം നൈരാശ്യത്തിൻ്റെ മുഖമുള്ള ഇസ്രായേലിയരോട് പറയുന്നത്, ഖാല അസാ റബ്ബുക്കും അൻ യുഹ്ലിക അദുവക്കും വയസ്തഖ്ലിഫക്കും ഫിൽ അർദ്. അസാ റബ്ബുക്കും അൻ യുഹ്ലിക അദുവക്കും. ഇസ്രായേലിയരെ, നിങ്ങൾ നിരാശപ്പെടരുത്, ഇച്ഛാഭംഗത്തിന് ഇരയാകരുത്. നിങ്ങളുടെ റബ്ബ് നിങ്ങളുടെ ശത്രുവിനെ നശിപ്പിക്കും. വയസ്തഖ്ലിഫക്കും ഫിൽ അർദ്, ഭൂമിയിൽ നിങ്ങൾക്ക് ആധിപത്യമേവുകയും ചെയ്യും എന്ന് പറഞ്ഞ് നൈരാശ്യത്തിൻ്റെ വർത്തമാനങ്ങൾ ഇങ്ങോട്ട് ഇസ്രായേലിയർ സമ്മാനിക്കുമ്പോൾ പ്രതീക്ഷയുടെ അള്ളാഹുവിനെ കുറിച്ചുള്ളതായ ദൃഢവിശ്വാസത്തിൻ്റെ വർത്തമാനമാണ് മൂസ അലൈഹി സ്വലാത്തു വസ്സലാം ഇസ്രായേലിയരിലേക്ക് അങ്ങോട്ട് പകർന്നു നൽകുന്നത് എന്നുള്ളതാണ്. അവസാനം ഇസ്രായേലിയർ പിടികൂടപ്പെടുന്ന സ്ഥിതിവിശേഷമുണ്ടായി. ഫിർഔനും അവൻ്റെ കിങ്കരന്മാരും ഒരുമിച്ചുകൂടി അവർ മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയെയും ഇസ്രായേലിക്കുവാൻ വേണ്ടിയുള്ള പടപ്പുറപ്പാടിലായി. മൂസ അലൈഹി സ്വലാത്തു വസ്സലാം ഇസ്രായേലിയരെയും കൊണ്ട് രക്ഷപ്പെടുവാനുള്ള യാത്രയിൽ മുന്നിൽ സമുദ്രം, പിന്നിൽ ഫറോവന്റെ അഹങ്കാരത്തിന്റെ സൈന്യം. ഈ സമയം ഖാല അസ്ഹാബു മൂസ ഇന്നാ ലമുദ്റകൂൻ. മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ കൂടെയുള്ളവർ, ശത്രു ഏതായാലും മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയ്ക്ക് പ്രതീക്ഷ പകരുന്നവരോ വിശ്വാസം നൽകുന്നവരോ അല്ല. കൂടെയുള്ളവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ അവസ്ഥ പോലും ഇപ്രകാരമാണ്, ഇന്നാ ലമുദ്റകൂൻ, ഞങ്ങൾ ഇപ്പോൾ പിടികൂടപ്പെടും, മുന്നിൽ സമുദ്രമാണ്, പിന്നിൽ സൈന്യമാണ് എന്ന് പറഞ്ഞ് മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയോട് സംസാരിക്കുമ്പോൾ മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ വർത്തമാനം എന്താ? അദ്ദേഹത്തിന്റെ സംസാരം എന്താ? ഖാല കല്ലാ ഇന്ന മഅയ റബ്ബി സയഹ്ദീൻ. ഒരിക്കലുമില്ല, പിടികൂടപ്പെടുകയില്ല, ശത്രു വകവരുത്തുകയില്ല, സമുദ്രം വിഴുങ്ങുകയുമില്ല. ഇന്ന മഅയ റബ്ബി, എൻ്റെ കൂടെ എൻ്റെ റബ്ബുണ്ട്, സയഹ്ദീൻ, എൻ്റെ റബ്ബ് എനിക്ക് മാർഗവും വഴിയും കാണിക്കുമെന്ന് പറഞ്ഞ് റബ്ബിലുള്ള പ്രതീക്ഷയിലും റബ്ബ് കൂടെയുണ്ട് എന്നുള്ള ഷുഊർ, വികാരത്തിലുമായിരുന്നു മൂസ അലൈഹി സ്വലാത്തു വസ്സലാം. അള്ളാഹു സുബ്ഹാനഹു വ തആല ആ മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയിലൂടെ അത്ഭുതം കാഴ്ചവെച്ചു. റബ്ബിന്റെ മുഅ്ജിസത്ത് റബ്ബ് സുബ്ഹാനഹു വ തആല മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ കാഴ്ചവെച്ചു. സമുദ്രം പിളർന്നു വഴിമാറി, സമുദ്രമാർഗേണ ഉണങ്ങിയ ഒരു പ്രയാസവുമില്ലാത്ത ഒരു വഴി റെഡിയായി. അതിലൂടെ മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയും ഇസ്രായേലിയരും മറുകര പറ്റുകയുണ്ടായി. അള്ളാഹു സുബ്ഹാനഹു വ തആല അവരുടെ കൺമുമ്പിൽ വെച്ച് എല്ലാവർക്കും പാഠമാകും വിധം ഫറോവനെയും അവൻ്റെ അഹങ്കാര പടയെയും നശിപ്പിക്കുകയും ഉണ്ടായി എന്നുള്ളതാണ്. സഹോദരന്മാരെ, പറഞ്ഞു വരുന്നത്, ഒരു വിശ്വാസി അള്ളാഹുവിനെ കുറിച്ചുള്ള വിചാരത്തിലും വിശ്വാസത്തിലുമായിരിക്കണം. അവൻ്റെ നിത്യജീവനിൽ സദാ അവൻ്റെ
പെരുമാറ്റങ്ങളിലും പ്രവൃത്തികളിലും വാക്കുകളിലും അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരം വിശ്വാസികളോടൊപ്പമാണ്. ഇന്നല്ലാഹ മഅല്ലദീന തഖൂ, അല്ലാഹു അവനോട് തഖ്വയിൽ അധിഷ്ഠിതമായ, അവന് മുമ്പിൽ തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കുന്നവരോടൊപ്പമാണ്. ഇന്നല്ലാഹ മഅൽ മുഹ്സിനീൻ, ഇന്നല്ലാഹ മഅസ് സ്വാബിരീൻ, ഇന്നല്ലാഹ മഅൽ മുത്തഖീൻ തുടങ്ങി അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിൻ്റെ മഅയ്യത്തിനെ, അല്ലാഹുവിൻ്റെ മഅയ്യത്ത് എന്ന് പറഞ്ഞാൽ അല്ലാഹുവിൻ്റെ സഹായം കൊണ്ടും അല്ലാഹുവിൻ്റെ തൗഫീഖ് കൊണ്ടും അല്ലാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ടും അല്ലാഹു മുത്തഖീങ്ങളോടൊപ്പം, മുഹ്സിനീങ്ങളോടൊപ്പം, സുഹൃതം പ്രവർത്തിക്കുന്നവരോടൊപ്പം, തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കുന്നവരോടൊപ്പം, ക്ഷമിച്ച് ജീവിക്കുന്നവരോടൊപ്പം ആണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്. ഈ മഅയ്യത്ത് അല്ലാഹുവിൻ്റേത് ഖാസാണ്, പ്രത്യേകമാണ്. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകക്കാർക്ക് നൽകുന്നതാണ്. അവരെ സഹായിച്ചും അവരെ ശക്തിപ്പെടുത്തിയും അവരെ ശത്രുവിൽ നിന്ന് സംരക്ഷിച്ചും അവരുടെ ദുഃഖ വിചാരങ്ങൾ വഴിമാറ്റിയും അവരുടെ മുസീബത്തിനെ മാറ്റിയും, മുസീബത്ത് ഏറ്റ് പരീക്ഷിക്കപ്പെട്ടവരാണെങ്കിൽ തന്നെയും അവർക്ക് പ്രതിഫലമേറ്റിയും അതിന് പകരം സ്വർഗം കനിഞ്ഞുമൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ഇഷ്ടദാസന്മാരോട് കൂടെയാണ്. എന്ത് വേണം? ദാസന്മാർ അവർ അല്ലാഹുവോട് ഒപ്പവുമായിരിക്കണം. അല്ലാഹുവിനെ കുറിച്ചുള്ള വിശ്വാസവും വികാരവും അവർക്ക് അത് ശക്തമായിരിക്കണം. ഒരവസ്ഥയിലും അത് നഷ്ടപ്പെടുവാൻ പാടുള്ളതല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, വമൻ ദക്കറ റബ്ബ ഖാലിയൻ ഫഫാദത് ഐനാഹ്. അല്ലാഹു അന്ത്യനാളിൽ അർശിൻ്റെ തണലേകുന്ന 7 കൂട്ടരിൽ ഒരു വിഭാഗത്തെ എണ്ണിയപ്പോൾ അവരെ കുറിച്ച് പറഞ്ഞത് അവർ അല്ലാഹുവിനെ ഓർത്തവരാണ്. എങ്ങനെ ഓർത്തവർ? ഫഫാദത് ഐനാഹു, ഓർക്കുകയും അല്ലാഹുവിനെ കുറിച്ചുള്ള ഓർമ്മയിൽ അവരുടെ കണ്ണുകൾ നിറഞ്ഞൊലിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. അറബി ഭാഷയിൽ ഫാദത്ത് ഐന എന്ന് പറഞ്ഞാൽ കണ്ണുകൾ ഒലിക്കുക എന്നർത്ഥം. കണ്ണുനീരാണ് ഒലിക്കുന്നത്, കണ്ണൊലിക്കുന്നില്ല. പക്ഷെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രയോഗം കണ്ണുകൾ ഒലിക്കുക എന്നുള്ളതാണ്. എന്തിനാണ് ആ ഒരു പ്രയോഗം നടത്തിയത്? അല്ലാഹുവിനെ കുറിച്ചുള്ള സ്മരണയുടെ തീക്ഷ്ണതയിൽ, കാഠിന്യത്തിൽ കൂടുതൽ കരയുന്ന, ഒഴിഞ്ഞിരുന്ന അല്ലാഹുവിനെ ഓർത്ത് മനസ്സ് പിടച്ച് ഹൃദയം വിനയാന്വിതമായി കണ്ണുകൾ കരയുന്ന അവസ്ഥയുണ്ടാകണം എന്ന് പറഞ്ഞാൽ അല്ലാഹുവിനോടുള്ള ബന്ധം അത് കൂടുതൽ ശക്തിമത്തായിരിക്കണം, ദൃഢമായിരിക്കണം എന്നതിൻ്റെ ഒരു താല്പര്യമാണ് അതിലുള്ളത്. അങ്ങനെ ഒഴിഞ്ഞിരുന്ന് അല്ലാഹുവിനെ കുറിച്ച് ഓർത്ത് കരയുന്ന മനുഷ്യന്മാർ തണലില്ലാത്ത ആഖിറത്തിൻ്റെ മഹ്ശറിൻ്റെ വേദിയിൽ അള്ളാഹുവിൻ്റെ അർശിൻ്റെ തണലേകി അനുഗ്രഹിക്കപ്പെടുന്നവരാണ് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. ഇவ்விധം അള്ളാഹുവിനെ സ്മരിക്കുന്ന ഓർക്കുന്ന ദാസന്മാരാകണം. ആ ഒരു വസിയത്താണ് നമ്മൾ ഈ മിമ്പറിൽ വെച്ച് കേൾക്കുകയുണ്ടായത്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ മഹത്തായ മഹബ്ബായ ഫദ്ൽ കൊണ്ട് നമ്മളെ എല്ലാവരെയും എല്ലാവിധ ഖൈറാത്തുകൾക്കും അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുവിൻ്റെ തൗഫീഖേകി അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ എല്ലാവരെയും തുണക്കുമാറാവട്ടെ. അവന് വഴിപ്പെട്ട് ജീവിക്കുവാനുള്ള ആയുരാരോഗ്യം അള്ളാഹു നമുക്കെല്ലാവർക്കും കനിയുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ സംരക്ഷണത്തിലും സഹായത്തിലും നമ്മളെ വളർത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മളോട് ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്ത മുഴുവൻ സാലിഹീങ്ങളുടെയും സാലിഹാത്തുകളുടെയും നല്ല ഉദ്ദേശങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് നിറവേറ്റി കൊടുക്കുമാറാവട്ടെ. രോഗം കൊണ്ട് വലയുന്നവരുടെ രോഗങ്ങൾക്ക് അല്ലാഹു ശിഫാഉൻ ആജിൽ പ്രദാനം ചെയ്യുമാറാവട്ടെ. അല്ലാഹുവിൻ്റെ അഫുവും ആഫിയത്തും അവർക്കും നമുക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല കനിയുമാറാവട്ടെ. നമ്മുടെ ഇണകളിലും മക്കളിലും അല്ലാഹു നമുക്കെല്ലാവർക്കും കൺകുളിർമ പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മുടെ മാതാപിതാക്കൾക്ക് അല്ലാഹു നമ്മളിലൂടെ കൺകുളിർമ ഏറ്റി നൽകുമാറാവട്ടെ. നമ്മുടെ ഒരു സഹോദരൻ അബ്ദുർ റഷീദ്, അദ്ദേഹം ഏറെ നാളുകൾ രോഗത്തിനടിമയായി പരീക്ഷിക്കപ്പെട്ട വ്യക്തിയായിരുന്നു. ഇന്നലെ അദ്ദേഹം മരണപ്പെടുകയുണ്ടായി. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സഹോദരൻ അല്ലാഹുവിൻ്റെ മഗ്ഫിറത്തും മർഹമത്തും കനിയുമാറാവട്ടെ. അദ്ദേഹമേറ്റ പരീക്ഷണത്തിൽ അല്ലാഹു അദ്ദേഹത്തിന് പ്രതിഫലം നൽകുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ദുനിയാവിൽ നമ്മളെ ഒരുമിച്ച് കൂട്ടിയതുപോലെ അവൻ്റെ സ്വർഗത്തിലും അദ്ദേഹത്തോടൊപ്പം നമ്മളെ ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. അദ്ദേഹത്തെ നഷ്ടപ്പെട്ട ബന്ധുമിത്രാദികൾക്കും മക്കൾക്കും അദ്ദേഹത്തിന് ഇണക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് നഷ്ടപ്പെട്ടതിനേക്കാൾ ഉത്തമമായത് പ്രദാനം ചെയ്യുമാറാവട്ടെ. അദ്ദേഹം എത്തിപ്പെട്ട കബറിടം അള്ളാഹുവിൻ്റെ ഒരു റൗദത്തു മിൻ റിയാദിൽ ജന്നയാക്കി അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലഹു വർഹം. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്
والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين ودمر أعداءك أعداء الدين واحفظ اللهم هذا البلد آمنا مطمئنا رخاء سخاء وسائر ديار المسلمين. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. وآخر دعوانا أن الحمد لله رب العالمين. السلام عليكم ورحمة الله.